Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. അപ്പൊ നമ്മള് സ്പില്ലേജ് വേസ്റ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അയച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ? അയച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മൾ അവിടെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് എത്തി നിൽക്കുന്നത്. എന്താണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അല്ലെ, നമുക്കറിയാം സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട്. അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അല്ലെ, RCRA ഒക്കെ ഫുൾ ഫോം നോക്കിയായിരുന്നോ? ഓർമ്മയിലുണ്ടോ? എന്തായിരിക്കും RCRA ഫുൾ ഫോം? അമ്മയുണ്ടോ? ആർക്കും ഓർമ്മയിൽ വരുന്നില്ല. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ദെൻ നെക്സ്റ്റ് OSH അല്ലെ, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എന്തായാലും അത്യാവശ്യം നിങ്ങൾ നോക്കിയിട്ട് തന്നെ വന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് എന്താ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, EPA. എന്താണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈനുകളാണ്. ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഇതില് അല്ലെ, ആ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ആക്ടുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗൈഡ് ലൈൻ കൊടുത്ത് 1986 അത് ആ ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിരിക്കുന്നത്. അതിന്റെ അണ്ടറിലാണ് ഈ RCRA, OSH എന്നൊക്കെയുള്ള ആക്ടുകളൊക്കെ വരുന്നത്. So the EPA provides instructions for the management and disposal of a dangerous waste, including spillage waste. അതിന്റെ മാനദണ്ഡത്തിന് ഗൈഡ് ലൈനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ വരുന്ന വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്, അത് ഏതൊക്കെ രീതിയിലാണോ നശിപ്പിച്ച് കളയുന്നതിനെ കുറിച്ച് ഒക്കെ ധാരാളം കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, അതിന്റെ നിർദ്ദേശങ്ങളെല്ലാം അതിൽ പങ്കുവെക്കുന്നുണ്ട്. ഹോസ്പിറ്റൽസ് മസ്റ്റ് abide by these guidelines to keep away from fines and the penalties. നമുക്കറിയാം ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെ, ഒരു പ്രാദേശികമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ, അത് പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലെ. ഇൻ കേസ് ഹോസ്പിറ്റലിൽ അത് പാലിച്ചില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികൾക്ക് അനുസൃതമായിട്ട് അവർക്ക് എന്തെങ്കിലും ഫൈനൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത് ഹോസ്പിറ്റൽസ് മസ്റ്റ് abide by these guidelines to keep away from fines and the penalties. ഇൻ കേസ് അവരതെല്ലാം കീപ്പ് ചെയ്തില്ല എങ്കിൽ, നല്ല കൃത്യമായിട്ട് തന്നെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ല എങ്കിൽ അവർക്ക് പെനാൽറ്റീസും ഫൈനുകളൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് വരുന്നത് നമ്മൾ എല്ലാ പോയിന്റ്സിലും അത് കണ്ടായിരുന്നു അല്ലെ. അതിൻ്റെതായിട്ടുള്ള, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റീസോ ആണ് എങ്കിൽ അതിനനുസരിച്ച് അല്ലെ, കോർപ്പറേഷൻ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കറിയാം അതിന്റെ പെർമിഷൻ അവർക്ക് അവരിൽ നിന്ന് കൈപ്പറ്റേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേമാതിരി തന്നെ ഈ പറയുന്ന മാതിരി വേസ്റ്റുകൾ വരുമ്പോൾ ഇത് നിർമ്മാർജ്ജനം ചെയ്യാം അല്ലെ, നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് നമുക്കറിയാം പൊല്യൂഷൻ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അവരിൽ നിന്ന് അനുമതി കിട്ടിയതിനു ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്.
വീണ്ടും പറയുന്നുണ്ട് എന്താണ് അവിടെയുള്ള സ്റ്റേറ്റിന്റെയും കൂടി അനുമതി അല്ലെ, അനുമതി വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അതായത് ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന മാതിരി ചിലരുടെ പെർമിഷൻ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള പെർമിഷൻ എല്ലാം സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഈ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ അതും നമ്മൾ കണ്ടുപോയതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മതിയായ ട്രെയിനിങ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ലഭ്യമാക്കി കൊടുക്കണമെന്ന് അല്ലെ. Health care workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with the regulations. അപ്പൊ നമുക്കറിയാം അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിവ്, അതല്ലെങ്കിൽ ഇന്ന സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഹൈ റിസ്ക് എന്തോരാണ് അല്ലെ, അതൊക്കെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങോട് കൂടിയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു സ്പില്ലേജ് അത് എങ്ങനെയാണ് നമുക്ക് അല്ലെ അത് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. അവിടെയുള്ള അണുക്കളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യാം അല്ലെ, അതിനാവശ്യമായിട്ടുള്ള മസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് അവിടെയുള്ള സ്റ്റാഫിന് ലഭ്യമാക്കി കൊടുക്കേണ്ടതാണ്. അതിന് എടുത്തു പറയുന്നുണ്ട് ഡിസ്പോസൽ പ്രൊസീജിയർ ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ് അല്ലെ. അവിടെ വേസ്റ്റുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് എടുക്കുന്ന പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ. നമുക്കറിയാം എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ബിന്നുകളുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബിൻ, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബിൻ, അല്ലെങ്കിൽ ബയോ ഹസാർഡ് വേസ്റ്റ് ബിൻ എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ അല്ലെ, ആ ഒരു രീതിയിൽ തന്നെ വേസ്റ്റ് ബിന്ന് വരുമ്പോൾ അതാത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ അതാത് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അത് മാത്രമല്ല എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് നശിപ്പിച്ച് കളയേണ്ടത് അല്ലെ, അതനുസരിച്ചിട്ട് തന്നെ അത് നശിപ്പിച്ച് കളയണം. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ അറിവും മതിയായ ട്രെയിനിങ്ങും ആർക്ക് ലഭ്യമാക്കിയിരിക്കണം, അവിടെയുള്ള സ്റ്റാഫിനെ ലഭ്യമാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ലാസ്റ്റ് പോയിന്റ് കൂടി ഉണ്ട്. ഇതുവരേക്കും ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഈ പേജിലെ ലാസ്റ്റ് പോയിന്റ് നോക്കാം. റെക്കോർഡ് കീപ്പിംഗ്. എന്താണ് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് റെക്കോർഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് documentation of spills handling and disposal procedures and any follow-up action already taken. അതായത് നമ്മൾ കണ്ടിരുന്ന അല്ലെ എല്ലാ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിന്റെയും ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്ന എന്താണ് അതിന്റെ റെക്കോർഡ്സുകൾ കൈകാര്യം ചെയ്യുക അല്ലെ. ഇത് കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇത് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് റെക്കോർഡ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റി അല്ലെ. ആ ഒരു പ്രക്രിയയില് എന്തൊക്കെ ആക്ടിവിറ്റികളൊക്കെ നടത്തി എന്നുള്ളത് കൃത്യമായിട്ടുള്ള രേഖകൾ അവിടെ ഹോസ്പിറ്റലുകാര് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിലേക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പറയുന്നത്? ഡോക്യുമെന്റേഷൻ ഓഫ് സ്പില്ല് അല്ലെ, ഏത് തരത്തിലുള്ള സ്പില്ലാണ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ദെൻ അതിന്റെ ആ ഒരു മെറ്റീരിയൽസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് അത് ഏതൊക്കെ പ്രൊസീജിയർ ഉപയോഗിച്ചാണ് കൈകാര്യം ചെയ്തത്, ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻസ് ഓൾറെഡി ടേക്കൻ എന്തെങ്കിലും ഫോളോ അപ്പ് ആക്ഷൻസ് ഇതുവരെയും എടുത്തിട്ടുണ്ടോ അല്ലെ. നമ്മൾ പറഞ്ഞു അത് കൃത്യമായിട്ട് തന്നെ ഇന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ. ഓരോന്നിനും ഓരോതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അതനുസരിച്ചിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ. അവിടെ നമുക്കറിയാം മാനുഫാക്ചേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് എത്ര ടൈം അവിടെയുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് അണുക്കൾ നഷ്ടമാകുന്നു അതേ സമയം അവിടെ തന്നെയുള്ള ആ ഒരു മാനുഫാക്ചർ പറയുന്ന സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയണം. അങ്ങനെയാണ് വിമുക്തമായിട്ടുള്ള സ്ഥലം അല്ലെ. ആ ഒരു പ്ലേസ് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം സമയം വീണ്ടും ഡിറ്റേൽസിന്റെ ഒക്കെ കഴിഞ്ഞ് അല്ലെ വീണ്ടും ക്ലിയർ വാട്ടർ ഒക്കെ ഉപയോഗിച്ച് അത് ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്കറിയാം സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ഈ ഒരു ഡോക്യുമെന്റേഷൻ പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചെയ്യണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ഷൻസിൽ എന്താ പറയുന്നത്? റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീസ് ഇൻസ്പെക്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ടു എൻഷുർ കംപ്ലൈൻസ്
വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. അല്ലെ, അവിടെ എന്താണ് ഇൻസ്പെക്ഷൻസിൽ പറഞ്ഞത്? പ്രധാനമായിട്ട് നിരീക്ഷണങ്ങൾ. അല്ലെ, പ്രധാനമായിട്ട് എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്തണമെന്ന് പറയുന്നത്? അവര് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കണം. അല്ലെ, നല്ല രീതിയിൽ തന്നെയാണോ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ അവര് പരിശോധിക്കണം. വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ നല്ല രീതിയിലാണ് അത് മാനേജ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തതിനു ശേഷമാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് പരിശോധനയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അല്ലെ, നമുക്കറിയാം പുറത്തുനിന്ന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ കൊണ്ടായിരിക്കും ഇത് പരിശോധിപ്പിക്കുന്നത്. അല്ലെ, പരിശോധനയ്ക്ക് സാധാരണയായിട്ട് പുറത്തുനിന്നുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അല്ലെ, നമുക്കറിയാം അങ്ങനെയുള്ള കൺസേൺഡ് പേഴ്സൺ വന്നാലാണ് ഇത് ക്ലിയർ ആയിട്ടുള്ള സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണോ ക്ലിയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് ഒരു എവിഡൻസ് കിട്ടുള്ളൂ, ഒരു പ്രൂഫ്. അതായത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാൻ സാധ്യതയില്ല. അല്ലെ, അപ്പൊ അത് പുറത്തുനിന്ന് ഇന്റലിജൻസ് അല്ലെ ഇൻവെസ്റ്റിഗേറ്റർ വരികയാണെങ്കിൽ എന്താണ് അവര് അല്ലെ ആ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം ആരെയാണ് നിയോഗിച്ചത്, ആ നിയോഗിച്ച വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിച്ചത്. അല്ലെ, അതെല്ലാം തന്നെ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. Hospital must be ready for these inspections and have a plan in place to rectify any insufficiency identified during the inspection. നമുക്കറിയാം ഒരു സ്കൂളിലാണെങ്കിൽ കൂടി ഇൻസ്പെക്ഷന് വരും. അല്ലെ, ഇൻസ്പെക്ഷൻ ഒക്കെ നടത്താറുണ്ട്. അല്ലെ, ചെറിയ ക്ലാസ്സുകളിലാണെങ്കിൽ കൂടി ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോഴെന്താണ് അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്ത് വെക്കല്ലേ. കാരണം എന്തുകൊണ്ടാണ് ഇൻസ്പെക്ഷന് വരുമ്പോൾ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവിടെ വരും. അല്ലെ, അപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ഷൻസ് വന്നു കഴിയുമ്പോൾ അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്താണ് അവർ ഇൻ കേസ് എന്തെങ്കിലും അല്ലെ റിമാർക്സ് ആയിട്ട് എന്തെങ്കിലും പറയാതെ നിങ്ങൾ ചെയ്ത് ശരിയായില്ല, അല്ലെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനായിട്ട് അല്ലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് അവർ നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും എന്താണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതും ആവശ്യമാണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? Then next last point നോക്കുകയാണെങ്കിൽ പെനാൽറ്റീസ് ഫോർ non-compliance hospitals that fail to abide by dangerous waste management regulations may have to face fines, penalties and legal actions. Right? നമുക്കറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ നേരത്തെ കഴിഞ്ഞ പോയിന്റിലും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് നമുക്ക് പെനാൽറ്റീസ് വരാനായിട്ടുള്ള സാധ്യത വരുന്നത് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് വരുമ്പോൾ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത് അനുസരിച്ചിട്ടുള്ള ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇൻ കേസ് അത് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പെനാൽറ്റീസ് ഒന്നും ഈടാക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ അവര് പേ ചെയ്യേണ്ടതായിട്ട് ആവശ്യകത അവിടെ വരുന്നില്ല. അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻസ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇതെല്ലാം തന്നെ ആ ഹോസ്പിറ്റലുകാര് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് കൈകാര്യം ചെയ്യണം. പെനാൽറ്റീസ് ആർ ഫോർ എ നോൺ കംപ്ലയൻസ് ഹോസ്പിറ്റൽ ദാറ്റ് ഫെയിൽ ടു അബൈഡ്. അല്ലെ, അത് ഫെയിൽ ആകുന്നത് കൊണ്ടാണ് അവർ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിലല്ല കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് അവർക്ക് പെനാൽറ്റീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. Waste management regulations may have to face fines, penalties and legal actions. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരെന്താണ് കോടതി എന്താണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു അല്ലെ ഇതിൽ നിന്ന് ഓർഡർ വരുന്നത് അനുസരിച്ചിട്ട് തന്നെ അവർ അതനുസരിച്ചിട്ടുള്ള പെനാൽറ്റീസ് ഒക്കെ ഫൈൻ അല്ലെങ്കിൽ ഫൈനൊക്കെ അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റിലേക്ക് അതായത് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. Compliance with the regulatory framework for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. ഓക്കെ, നമ്മൾക്ക് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ് ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇങ്ങനെ നല്ല കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിംവർക്കുകളെല്ലാം പാലിച്ചു പോകുന്ന ഒരു രീതിയാണ് ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് അവർക്ക് പ്രത്യേകമായിട്ട് ഈ പെനാൽറ്റീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരികയുമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം അവർ എൻവയോൺമെന്റിനൊക്കെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പബ്ലിക്കിനൊക്കെ അവരുടെ പബ്ലിക് ഹെൽത്തിനൊക്കെ കൂടുതൽ പരിഗണന കൊടുത്തിട്ട് തന്നെയാണ് അവര് കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമല്ല അവർക്ക് പെനാൽറ്റീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരികയുമില്ല. Then hospital must be up to date on regulations and guidelines,
secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspections. ഓക്കെ, നമുക്കറിയാം ഇപ്പോ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും അല്ലെ നിയമ നടപടികൾ ഇടയ്ക്കിടയ്ക്ക് ഭേദഗതികൾ ചെയ്യും അല്ലെ, അമെന്റ്മെന്റ്സുകൾ വരുത്താറില്ലേ? നിയമങ്ങളെല്ലാം പണ്ട് മാറ്റത്തിലുള്ള നിയമങ്ങൾ തന്നെയായിരിക്കുമോ? ആണോ? വ്യത്യാസങ്ങൾ വരുന്നില്ലേ? ഇല്ല അല്ലെ, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? നമുക്കറിയാം പുതിയ പുതിയ ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേ അല്ലെ, പുതിയ പുതിയ അസുഖങ്ങൾ വരുമ്പോഴും പുതിയ പുതിയ എന്തെങ്കിലും ടെക്നോളജി വികസിക്കുന്നതനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴേ അതിനനുസരിച്ചുള്ള വില്ലേജ് വേസ്റ്റുകൾ വരുമ്പോഴൊക്കെ എന്താണ്, അതിനനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ഭേദഗതി വരും അല്ലെ. ഇപ്പൊ പഴയ മാതിരി എന്താണ്, മാനുവലി തന്നെ ഉപയോഗിച്ചിട്ട് തന്നെയല്ല ഈ വില്ലേജ് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്താണ്, ഭേദഗതികൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്തെങ്കിലും ഭേദഗതികൾ ഉണ്ടോ അല്ലെ, അതനുസരിച്ചിട്ട് എന്താണ് അവര് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇൻ കേസ് നമുക്കറിയാം വില്ലേജ് ബേസിലാണെങ്കിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെ, അത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാര് തയ്യാറാകേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ഓൺ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്, സെക്യൂർ റിക്വയർഡ് പെർമിറ്റ്സ് അല്ലെ. അവർ ഇൻ കേസ് പെർമിറ്റ്സുകൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് ഏതെങ്കിലും കാര്യത്തിനൊക്കെ പെർമിറ്റ്സുകൾ വേണമെങ്കിൽ അതും കൂടി എടുക്കാനൊക്കെ ബാധ്യസ്ഥരാണ് അല്ലെ. പുതിയ പുതിയ മെഷീൻസ് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ അത്തരത്തിലുള്ള പെർമിഷൻ ഒക്കെ മേടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു നിയമമൊക്കെ പാലിച്ചിട്ട് വേണം അവര് അത് കൈകാര്യം ചെയ്യാനായിട്ട്. അതേമാതിരി തന്നെ സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്, കീപ് ആക്യുറേറ്റ് റെക്കോർഡ്സ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻസ്. ഓക്കെ, എപ്പൊ വേണമെങ്കിലും ഇൻസ്പെക്ഷൻസ് ഒക്കെ വരാൻ കരുതി എന്താണ് എല്ലാ റെക്കോർഡ്സുകളും എല്ലാം മസ്റ്റായിട്ടും കീപ്പായിട്ട് അല്ലെ, കീപ്പ് ചെയ്യണമെന്നതും അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിൽ എപ്പോ വേണമെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ വരാം. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻസ് വരികയാണെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ ഹോസ്പിറ്റലുകാരെ റെഡി ആയിട്ട് ഇരിക്കേണ്ടതാണ്. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? അപ്പൊ അബ്രിവേഷൻസ് ഒക്കെ മസ്റ്റ് ആയിട്ടും ഈ ഭാഗത്തുനിന്ന് നോക്കി പോവുക. ഇപി ആണെങ്കിലും OSH ആണെങ്കിലും RCA ആണെങ്കിലും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക എന്താണ്, പലതരത്തിലുള്ള നിയമങ്ങൾ. ഇതെല്ലാം നമുക്കറിയാവുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ് അല്ലെ, നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് പോവാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇപ്പോൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആണ് ബീങ് awarded to handle dangerous waste safely and skillfully. അതായത് ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ അല്ലെ, നല്ല സുരക്ഷിതമായിട്ട് തന്നെ വില്ലേജ് വേസ്റ്റുകളെ സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല കഴിവുറ്റ രീതിയിൽ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത് റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന ടെക്നോളജി എന്ന് പറയുന്നത്. This can help lessen the
risk of exposure for healthcare workers and make a better the accuracy and speed of waste handling and disposal. അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ചിട്ടാണ് എന്താണ് പ്രധാനപ്പെട്ടത്, ഒരുപാട് റിസ്ക് അവർക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ റോബോട്ടിന്റെ സഹായത്തോട് കൂടി വില്ലേജ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹെൽത്ത് സ്റ്റാഫുകൾ തന്നെ അല്ലെ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് തന്നെ അവരുടെ ഹ്യൂമൻ എഫോർട്ട് കൊണ്ട് തന്നെ ആ ഒരു വില്ലേജുകളിൽ നിന്നും എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരുന്നില്ല. നമുക്കറിയാം, പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടാണ് അവര് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ റോബോട്ടിനെ ഉൾപ്പെടുത്തുന്ന എന്താണ് പ്രത്യേകത, ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ആവശ്യകത അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല അല്ലെ. റോബോട്ടുകളാണ് നമുക്കറിയാം, അതിന് എന്താണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്കറിയാം ഹ്യൂമന്റെ എഫേർട്ട് വരും. പക്ഷെ ഈ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോബോട്ടിന്റെ സഹായത്തോടും കൂടിയിട്ടാണ് ഈ സ്പില്ലേജ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവിടെ പ്രധാനമായിട്ട് എന്താണ് ഹ്യൂമന്റെ എഫേർട്ടുകൾ അധികം ആവശ്യമായിട്ട് വരുന്നില്ല. അതായത് സ്പില്ലേജ് വേസ്റ്റ് അത് എടുത്തു പോകുന്നത് അല്ലെ, വേസ്റ്റുകളെല്ലാം എടുത്ത് മാറ്റുന്നത്, വേസ്റ്റ് ബിന്നിലേക്ക് നിക്ഷേപിക്കുന്നത് ആരായിരിക്കും, റോബോട്ടുകളായിരിക്കും. അപ്പോ അവിടെ ആ റോബോട്ടുകളെ നിയന്ത്രിക്കുക എന്ന പ്രൊസീജിയർ മാത്രമാണ് ഹ്യൂമൻ ബീയിങ് അവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഡയറക്റ്റ് കോണ്ടാക്ട് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് ആവശ്യമായിട്ട് വരുമോ? ആവശ്യമായിട്ട് വരില്ല. ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നില്ലേ? റോബോട്ടുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ ആ വേസ്റ്റുകളെല്ലാം എടുത്തു മാറ്റുന്നത് റോബോട്ടുകളുടെ സഹായത്തോടു കൂടി ആവുമ്പോൾ അവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവിടെ ഡയറക്റ്റ് ആയിട്ട് ആ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. റോബോട്ടുകളെ നിയന്ത്രിക്കേണ്ട അവസ്ഥ മാത്രമാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവര് സേഫ്റ്റിയാണ് അല്ലെ. അവിടെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ച് എന്താണ് അവര് സേഫ്റ്റിയാണ്. അവരുടെ ബോഡിക്ക് അല്ലെ എന്തെങ്കിലും ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളില്ല അല്ലെ. കാരണം റോബോട്ടുകളാണ് അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, വളരെ സ്പീഡിലി ഹാൻഡിൽ ചെയ്യുന്നു അല്ലെ. ആൻഡ് മേക്ക് എ ബെറ്റർ ദ accuracy and the speed of waste handling and disposal. ഈ വേസ്റ്റുകളൊക്കെ മാനുവലി ആണെങ്കിൽ നമുക്കറിയാം അവർ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പൊട്ടിത്തെറിക്കോ അല്ലെ എന്തെങ്കിലും ഡേഞ്ചറസ് സംഭവിക്കോ എന്നുള്ളത് പേടിച്ചായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം മെഷീന്റെ റോബോട്ടിന്റെ സപ്പോർട്ടോട് കൂടിയാവുമ്പോൾ എന്താണ് അവരത് സ്പീഡിൽ തന്നെ ആക്യുറസി അല്ലെ നല്ല കൃത്യതയോടും കൂടിയിട്ട് കൈകാര്യം ചെയ്യും. ആ ഒരു പേടിയോ ഉത്കണ്ഠയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവര് സ്പീഡിൽ തന്നെ ആ വർക്കുകൾ ഹാൻഡിൽ ചെയ്യും. ഓക്കെയാണോ ഫസ്റ്റ് പോയിന്റ്? അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തില് റോബോട്ടിന്റെ സഹായത്തോടു കൂടിയിട്ട് ഈ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോൾ എന്താണ് അത് കൃത്യതയോടും സ്പീഡിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തന്നെ അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന് ഒരു ഹെൽത്ത് ഇഷ്യൂസൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബയോ റെമഡിയേഷൻ. എന്താണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് നോക്കാം. This technology uses a natural biological process to break down dangerous waste. നോക്കാം ഇവിടെ എന്താണ് പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത, അവിടെ കെമിക്കൽ കണ്ടന്റുകൾ അല്ലെ, നമ്മുടെ പ്രകൃതിക്ക് പ്രോബ്ലംസ് ഒന്നും സംഭവിക്കില്ല. എൻവയോൺമെന്റിന്റെ പൊല്യൂഷൻ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നത്. This can be effective and environmental friendly approach to spillage waste management. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേസ്റ്റുകളെ സൂക്ഷ്മജീവികളെ കൊണ്ട് തന്നെ എന്താണ് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് വരിക. നമുക്ക് മനസ്സിലാക്കാം. അതായത് എന്താണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലൂടെ തന്നെ എന്താണ് ആ വസ്തുക്കളെ ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് തന്നെ നശിപ്പിച്ച് കളയുമ്പോൾ എന്താ പ്രത്യേകത, അവിടെ പ്രകൃതിക്കൊന്നും ദോഷകരമായിട്ടുള്ള ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ാണോ? അതായത് സൂക്ഷ്മജീവികളൊക്കെ ബാക്ടീരിയകളൊക്കെ കൊണ്ട് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ നശിപ്പിച്ച് കളയുന്ന പ്രക്രിയ.
നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്ലാസ്മ ഗാസിഫിക്കേഷൻ ആണ്. പ്ലാസ്മ ഗാസിഫിക്കേഷന്റെ ഇടയ്ക്ക് ഒരു ആർക്കെന്ന് കണ്ട് അത് നിങ്ങളുടെ കയ്യിലുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് തരാം കേട്ടോ. പ്ലാസ്മ ഗാസിഫിക്കേഷനേ ഉള്ളൂ. പ്ലാസ്മ ഗാസിഫിക്കേഷൻ ആണ്. പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ ഗാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് that uses a high temperature to break down unsafe waste, including spillage waste, into its constituent components. അതായത് ഇതിലെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സ്പില്ലേജ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്തിരിക്കുന്ന സ്പില്ലേജ് വേസ്റ്റുകളെ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് അത് നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് ആ വേസ്റ്റിനെ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത, ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ് ലെസ് ദാൻ ദി റിസ്ക് ഓഫ് എക്സ്പോഷർ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ആൻഡ് റിഗെയിൻ വാല്യബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ചവറുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരുപാട് പറമ്പൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ചവറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടാവോ? കാരണം മരങ്ങൾ ഉണ്ടാവും. അപ്പൊ ചവറൊക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? അത് ഇപ്പൊ മഴക്കാലമാണ്, പക്ഷെ അല്ലാത്ത കാലങ്ങളിൽ നമ്മൾ ഇതെല്ലാം കൂടി ഒന്നിച്ചു കൂട്ടിയിട്ട് കത്തിച്ച് നശിപ്പിക്കും അല്ലെ. കത്തിച്ച് കളയാനായിട്ട് ശ്രമിക്കും. അതേമാതിരി തന്നെ നമുക്കറിയാം വളമായിട്ടൊക്കെ വേണമെങ്കിൽ അത് വേറെ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് അല്ലെ. അതല്ലാതെ കുറെ പേര് അങ്ങനെ എന്താ പറയുക, ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതെല്ലാം കൂടി മേടിച്ചു കൂട്ടി കത്തിക്കും. അപ്പൊ കത്തിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഒരു കുറച്ച് കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ചാരവുമായിട്ട് മാറും അല്ലെ. അതിന്റെ ആഷായിട്ട് ബാക്കി ഒരു ചെറിയ എമൗണ്ടിലായിരിക്കും ആഷ് ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം തന്നെ കത്തിച്ച് നശിച്ചു പോകാത്ത കുറച്ച് മെറ്റൽസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. ശരിയല്ലേ? ആണോ? അങ്ങനെയല്ലേ ആ പ്രോസസ്സിങ് നടക്കുക അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഹൈ ടെമ്പറേച്ചറിലാണ് അത് നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് നശിപ്പിച്ച് കളയുമ്പോഴെന്താ സംഭവിക്കുന്നത്? വോളിയം ഓഫ് വേസ്റ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട്, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അത്രയും ബൾക്കായിട്ടുള്ളതിനെ ചൂട് കൊടുക്കുമ്പോൾ അത് കുറച്ച് ലഘൂകരിച്ച് ചെറിയൊരു വോളിയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് മാത്രമല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾക്കൊക്കെ പൊട്ടിത്തെറികളൊന്നും കൊണ്ടുവന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ. അതേമാതിരി തന്നെ നമുക്കറിയാം അങ്ങനെയുള്ള പൊട്ടിത്തെറിയുള്ള വസ്തുക്കളൊന്നും കത്തിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അതല്ലാത്ത തരത്തിലുള്ള വസ്തുക്കളായിരിക്കും ഇങ്ങനെ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്ത് വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. റീയൂസ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ അത് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമ്മളുടെ കയ്യിൽ ആഷിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും അതിലുണ്ടെങ്കിൽ അതിൽ അവശേഷിക്കുമെന്ന് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്ത് നശിപ്പിച്ച് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന ഭാഗം അതിൽ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? പ്ലാസ്മ ഗാസിഫിക്കേഷൻ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് വേസ്റ്റ് മെറ്റീരിയൽസിനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന വോളിയം അല്ലെ, അതിന്റെ വേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെയാണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? 3 പോയിന്റാണ് നമ്മൾ കണ്ടത്. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, സെക്കൻഡ് പോയിന്റ് ബയോ റെമഡിയേഷൻ, തേർഡ് പോയിന്റ് പ്ലാസ്മ ഗാസിഫിക്കേഷൻ. ഇത് ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതെ, ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഉള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് പ്രോസസ്സിങ് ഏതാണ്, അതല്ലെങ്കിൽ ബയോ റെമഡിയേഷനിൽ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് അല്ലെ. അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ റോബോട്ടിക് ഓട്ടോമേഷനിൽ എന്താ പ്രത്യേകത അല്ലെ, അത് സ്പീഡിലും ആക്യുറസിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് 3 പോയിന്റ് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. ഓക്കെ,
ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റില് ഭാഗത്തേക്ക് പോകാം. ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി ആണ്. അതായത് നമുക്കറിയാലേ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഒരു രീതി അല്ലെ. ഗ്രീൻ കെമിസ്ട്രിയില് നമുക്ക് ഇത് 2 പോയിന്റ് കൂടെ ഉള്ളൂ. ലാസ്റ്റ് പോയിന്റ്, ആ 2 പോയിന്റോടുകൂടി നമ്മളെ കഴിയും. അപ്പൊ ഗ്രീൻ കെമിസ്ട്രിയിൽ എന്താ പറയുന്നത്? ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. അപ്പൊ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? ഗ്രീൻ കെമിസ്ട്രിയിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അല്ലേ, പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്, അവിടെ ഡിസൈൻ ചെയ്ത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പ്രകൃതിക്ക് ഇണങ്ങുന്നതാണെങ്കിൽ അതിൽ എന്താണ് കെമിക്കൽ കണ്ടന്റ് കുറഞ്ഞിരിക്കുന്നത് അല്ലെ. കാരണം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റിഡ്യൂസിംഗ് ദ യൂസ് ഓഫ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. അതായത് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കുറച്ചുകൊണ്ട് വരിക അല്ലെ. ഇൻ കേസ് നമ്മളിപ്പോ ഹോസ്പിറ്റലാണ് എങ്കിലും അവിടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും അല്ലെ, ഉപയോഗിക്കും. അതിന്റെ ഉള്ളില് എന്തിന്റെ ആണെങ്കിലും അതിന്റെ ഉള്ളില് കെമിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് നമുക്കറിയാം ഇപ്പൊ ഒരു കവറിന്റെ കാര്യത്തിൽ നമ്മൾ പേപ്പർ കവറുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. കൂടുതലും പേപ്പർ കവറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാലഘട്ടം ഉണ്ടായി അല്ലെ. മസ്റ്റായിട്ടും പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. എന്തുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കുന്നത്? പ്രകൃതിക്ക് ഇണങ്ങാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ പേപ്പർ കവർ ആണെങ്കിൽ അത് കുഴപ്പമില്ല, പ്രകൃതിക്ക് അത് കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് അല്ലെങ്കിൽ പൊല്യൂഷൻ ഇതിന്റെ രീതിയിൽ നോക്കുമ്പോൾ അതിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അത് മാത്രം തന്നെ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളില് കെമിക്കൽ കണ്ടന്റിന്റെ അളവ് കുറച്ചുകൊണ്ട് വന്ന് നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള വേസ്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതെന്താണ് അവിടെയുള്ള വർക്കേഴ്സിനെയും ബാധിക്കുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല, എൻവയൺമെന്റിനെയും എഫക്ട് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കെമിക്കൽ കണ്ടന്റ്സ് കുറച്ചുകൊണ്ട് വരാനായിട്ടാണ് ഈ ഒരു പോയിന്റിൽ എടുത്തു പറയുന്നത് ഗ്രീൻ കെമിസ്ട്രിയിൽ. ദിസ് ക്യാൻ ഹെൽപ്പ് ബ്രിങ് ഡൗൺ ദ എമൗണ്ട് ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്ലൂഡിംഗ് ലീക്കേജ് വേസ്റ്റ്. അപ്പൊ നമുക്കറിയാം ലീക്കേജ് വേസ്റ്റ് ആയിട്ട് വരുമ്പോഴും നമുക്കറിയാം എന്താണ് കെമിക്കൽ കണ്ടന്റിന്റെ അളവ് കുറവായിരിക്കും. ക്ലിയറായോ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്? വേണോ? ഒരു പൗഡർ ആണെങ്കിലും ഓക്കെ, അതായത് കെമിക്കൽ ഇപ്പൊ ഒരു പൗഡർ ആണ് അല്ലെങ്കിൽ സോപ്പ് ആണെങ്കിലും നമുക്കറിയാം കെമിക്കൽ കണ്ടന്റ് ഉള്ള സോപ്പുകളും ഉണ്ടാവും, പൗഡറുകളും ഉണ്ടാവും അല്ലെ. അപ്പോ കെമിക്കൽസ് കൂടുതൽ നമ്മൾ പറയും നാച്ചുറൽ സോപ്പാണെന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള സോപ്പാണ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കേൾക്കുക അല്ലെ. കെമിക്കൽ കണ്ടന്റ്സ് കുറവാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നാച്ചുറൽ കണ്ടന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പ്രിഫർ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ, നമ്മുടെ ശരീരത്തിലൊന്നും അത് ദോഷകരമായി ബാധിക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റില് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് വരുന്ന വേസ്റ്റില് നാച്ചുറൽ കണ്ടന്റ് ആണ് കൂടുതലെങ്കിൽ എന്താണ് അവിടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലാണ്. അവിടെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിനൊന്നും എന്താണ് മറ്റു രീതിയിലൊന്നും എഫക്ട് ചെയ്യില്ല. അതേസമയം കെമിക്കൽ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറെ വസ്തുക്കളാണ് അല്ലെ. അവിടെ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്ലൗസുകളും സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അവിടെ ഹോസ്പിറ്റലുകാർ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലെ, ഡെയിലി യൂസേജ് ആയിട്ടുള്ള വസ്തുക്കളുണ്ട്. അപ്പൊ അതില് പ്ലാസ്റ്റിക്കിന്റെ എണ്ണം അംശം കുറച്ചുകൊണ്ട് വന്ന് നാച്ചുറൽ ആയിട്ടുള്ള അംശങ്ങളൊക്കെ കൂട്ടുക അല്ലെ. അതേമാതിരി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിലാണെങ്കിലും എന്തിനാണെങ്കിലും കെമിക്കൽസ് ആയിട്ടുള്ള കണ്ടന്റ്സിന്റെ അളവ് കുറച്ചുകൊണ്ട് വന്ന വേസ്റ്റിലും എന്തായിരിക്കും കെമിക്കൽസിന്റെ വേസ്റ്റ് അധികം ഉണ്ടാവില്ല. അവിടെ വേസ്റ്റ് ആയിട്ട് വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള വേസ്റ്റുകളായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് അവിടെ ഗ്രീൻ കെമിസ്ട്രി എടുത്ത് പറയുന്നത്. ഓക്കെ, ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ കുറച്ചുകൊണ്ട് വരാനായിട്ടാണ് ഗ്രീൻ കെമിസ്ട്രി ഉദ്ദേശിക്കുന്നത്. വീണ്ടും എന്താണ് നെക്സ്റ്റ്? നാനോ ടെക്നോളജി. നാനോ ടെക്നോളജിയിൽ പറയുന്നത്, നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഓടിയെത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും?
നാനോ ടെക്നോളജി എന്ന് പറയുമ്പോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങളുടെ മൈൻഡിലേക്ക് നാനോ എന്ന് കേൾക്കുമ്പോൾ നാനോ കാർ. ഓക്കെ, നാനോ കാറൊക്കെ നോട്ട് ചെയ്തത് അല്ലെ. ചെറുതാണ് പക്ഷെ ഉപയോഗപ്രദമാണ് അല്ലെ. ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് ചെറുതാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാനോ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെ. ചെറുതാക്കി മാറ്റുന്ന ഒരു പാർട്ടിക്കിൾസ്, നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി is being developed to give more effective and environmental friendly solution for a dangerous waste management which includes village waste. അതായത് വില്ലേജ് വേസ്റ്റിലും നാനോ ടെക്നോളജി വരുന്നു. അത് പ്രധാനമായിട്ടും ഫ്രണ്ട്ലി നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, nano particles can be used selectively to bring the hazardous substance, making them easier to eliminate the dispose of safely. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ നമുക്കറിയാം വിവിധ തരത്തിൽ ധാരാളമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്. അപ്പൊ കുഞ്ഞു കുഞ്ഞു ആറ്റങ്ങളും തന്മാത്രകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഘടനയിലുള്ള കുഞ്ഞു കുഞ്ഞു ഉപകരണങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാന്തം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വില്ലേജ് വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഹ്യൂമന്റെ ഒരു ഡയറക്റ്റ് ടച്ചിങ് വരുന്നില്ല അല്ലെ. ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസുകളൊക്കെ കളക്ട് ചെയ്ത് ഒന്നിച്ചൊരു അതിന്റെ അല്ലെ എല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് നശിപ്പിച്ച് കളയാനായിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ എന്താണ് നമ്മൾ ചേർത്തെടുക്കുമ്പോഴെന്താണ് അത് ഒരു മനുഷ്യന് നക്കുന്ന അത്ര അവരുടെ സ്വന്തം ബോഡി ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടുകൾ അവിടെ വരുന്നില്ല അല്ലെ. അത് അതിനുശേഷം അത് മാത്രമല്ല, ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം കളക്ട് ചെയ്ത് ഒന്നിച്ച് പിന്റ് ചെയ്ത് അല്ലെ എല്ലാം കൂടി ഒന്നിച്ച് ബന്ധിപ്പിച്ചതിന് ശേഷമാണ് അത് നശിപ്പിച്ച് കളയുന്നത്. അപ്പോഴെന്താണ് അവിടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്നതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ആ പോരായ്മകളൊക്കെ നീക്കിക്കളയാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാനിവിടെ പറയുന്നത് ഫോർ എക്സാമ്പിൾ, നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി യൂസ്ഡ് സെലക്ടീവ്ലി ടു ബ്രിങ് ദി ഹസാർഡ്സ് സബ്സ്റ്റൻസ് മേക്കിംഗ് ദം ഈസിയർ അല്ലെ. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം അത് കളക്ട് ചെയ്ത് ഒന്നിച്ച് ഒരു ബിൻഡാക്കി അല്ലെ ഒന്നിച്ചൊരു ബിൻഡാക്കിയതിനു ശേഷം നശിപ്പിച്ച് കളയുന്ന അല്ലെ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഡിസ്പോസ് ചെയ്യുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയറായോ? ഒരു ചെറിയ എക്സാമ്പിൾ കിട്ടിയപ്പോ മനസ്സിലായോ? അതില് വരുന്ന ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. നാനോ ടെക്നോളജി ആണെങ്കിലും ക്ലീൻ കെമിസ്ട്രി ആണെങ്കിലും പ്ലാസ്മ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ബയോ റെമഡിയേഷൻ ആണെങ്കിലും റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ആണെങ്കിലും. അപ്പൊ എന്താണ് അതിന്റെ ഐഡിയ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. നമ്മളായിട്ട് നമ്മൾ പറഞ്ഞു ഒന്നിച്ചുള്ള ഒരു ഭൂമിയെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന് വാല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിലൊക്കെ അതെന്താണ് കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുക. പ്ലാസ്മ ക്ലാസിഫിക്കേഷൻ മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക, പഠിച്ചു തന്നെ പോവാം. പ്ലാസ്മ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വോളിയം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. റീയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഗ്രീൻ കെമിസ്ട്രിയിലാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുക. അപ്പൊ എങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? കെമിക്കൽ കണ്ടൻസ് ഉള്ള വസ്തുക്കള് അല്ലെ ഡിസ്പോസ് ചെയ്യുമ്പോൾ കേസ് ഇങ്ങനെ വേസ്റ്റ് ബിന്നിൽ വരുമ്പോഴും എന്താണ് കെമിക്കൽ കണ്ടൻസ് കുറവായിരിക്കും, നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. നാനോ ടെക്നോളജിയിൽ എന്തായാലും മനസ്സിലാക്കാം. അതായത് ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം അല്ലെ കളക്ട് ചെയ്യാനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചിട്ട് തന്നെ അതൊക്കെ കളക്ട് ചെയ്യുക. തന്നെ അതെല്ലാം കൂടി ഒന്നിച്ചു ചേർത്തതിന് ശേഷം നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയാണ് നാനോ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ ബീയിന്റെ ഹെൽത്തിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. എൻവയൺമെന്റും എപ്പോഴെപ്പോഴും പൊല്യൂട്ടബിൾ ആകുന്ന ഒരവസ്ഥയും വരുന്നുണ്ട്. ബയോ റെമഡിയേഷനിൽ എന്താണ് നമ്മൾ കണ്ടായിരുന്നു? ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ പ്രോസസ് അല്ലെ. സൂക്ഷ്മ ജീവികളെ കൊണ്ട് തന്നെ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയ. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷനിൽ എന്താണ്? റോബോട്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എന്താണ് പേഴ്സൺസിന് ഹ്യൂമൻ ബീയിങ്ങിന് അവിടേക്ക് എന്താണ് എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അവരുടെ ഹെൽത്തിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നു അല്ലെ. അതനുസരിച്ച് അത് മാത്രമല്ല അവർക്ക് ആക്യുറേറ്റ് ആയിട്ട് റോബോട്ടിക്കിന് ആക്യുറേറ്റ് ആയിട്ട് സ്പീഡിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ ആണോ? ടെസ്റ്റ് വായിച്ചു നോക്കുക. ഇന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം തന്നെ ഈ പോയിന്റ്സ് ഒക്കെ തന്നെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകുക.
സെൻസ് ഇതിലുള്ള രീതിയിൽ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. ഡാഷ് ക്യാൻ ബി എഫക്റ്റീവ് ആൻഡ് എൻവയറമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ടു സ്പില്ലേജ് വേസ്റ്റ്, അല്ലെങ്കിൽ അല്ലെ എല്ലാം തന്നെ ആ ഒരു രീതിയിൽ തന്നെ ചോദിക്കുള്ളൂ. ഡാഷ് അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊസീജിയർ പ്രൊഡക്ഷൻ, അല്ലെ പ്രൊഡക്ഷൻ ദാറ്റ് എയിം റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഈ ഓപ്ഷൻസിലെല്ലാം ഉണ്ടാവും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് പോയിന്റ് തന്നെ മാർക്ക് ചെയ്യുക. റോബോട്ടിക്കലും ഉണ്ട്, സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ ആണോ? വായിച്ചു നോക്കാം. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് അപ്പൊ നമ്മുടെ കഴിയാണ്. ജസ്റ്റ് മൊത്തം ഒന്ന് സ്പില്ലേജ് വേസ്റ്റ് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, വായിച്ചു നോക്കിയോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എല്ലാം വായിച്ചു നോക്കിയായിരുന്നോ ഞാൻ എടുത്ത പോയ ഭാഗങ്ങളൊക്കെ? എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. വില്ലേജ് വേസ്റ്റ് കോറ് ചാപ്റ്റർ ആയിട്ടെന്ന് തോന്നുന്നു, അല്ലെ ആണോ? ആണെന്നും പറയുന്നത്. എന്തായാലും ആദ്യമൊക്കെ ഒരു തുടക്കം ഒരു ബുദ്ധിമുട്ടായെങ്കിലും പിന്നെ പിന്നെ നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ പോയിന്റ്സുകൾ വന്നിട്ടുണ്ട്, അല്ലെ. പിന്നെ ലാസ്റ്റ് ഭാഗത്താണ് ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് ഭാഗം പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ആ രണ്ട് ഭാഗവും എന്താ പറയുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാക്കാം. അതുകൊണ്ട് മസ്റ്റായിട്ട് നോക്കേണ്ട ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം എക്സാമിന് മുമ്പ് എന്തായാലും മസ്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ പോകണം. പ്രധാനമായിട്ടും ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു, RCRA അല്ലെങ്കിൽ OSH EPA ഒക്കെ അത് അങ്ങനെയുള്ള തിരിച്ചും മറിച്ചൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേമാതിരി തന്നെ ഇവിടെ എന്താണ് പലതരത്തിലുള്ള ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ടെക്നിക്കുകളുണ്ട്. അത് ഏത് രീതിയിലുള്ള ഇതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഇവിടെ തന്നെ ഇരുന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ബയോറെമഡിയേഷൻ, പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. അത് 5 മാത്രമേ ഉള്ളൂ. അത് പിന്നീട് ഒരു ദിവസം എടുത്തു നോക്കാൻ നിന്നാൽ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഞാനൊരു ചെറിയ ചെറിയ എക്സാമ്പിളുകൾ വെച്ചിട്ടാണ്, അതൊന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അല്ലെ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ആ രീതിയിൽ അത് ക്യാച്ച് ചെയ്ത് വെക്കുക. കാന്തം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, ചവറ് കത്തിച്ച് കളയുന്ന കാര്യം പറഞ്ഞു, എന്താണ് അല്ലെ കെമിക്കൽ കണ്ടന്റ് ഉള്ള പേപ്പർ കവറിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ തന്നെ ഇരുന്ന് ക്യാച്ച് ചെയ്ത് പോവാ. ഓക്കെ, എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ അടയാളപ്പാതെ മാർക്ക് ചെയ്യാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? നോട്ട് ചെയ്യാന്ന് പറഞ്ഞു പോവാത്ത ഏതെങ്കിലും ചാപ്റ്ററുകൾ ഉണ്ടോ? ഭയങ്കര ബോറാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞു തന്നെ റിപ്പീറ്റ്
ഇമ്പോർട്ടന്റ് ആയ ഭാഗം ഇതിലെ എക്സാമിനേഷന് ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് ഞാൻ പറഞ്ഞു പോയത്. ലാസ്റ്റ് ഭാഗം ഇവിടെ പറഞ്ഞു അല്ലെ. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് പ്രതീക്ഷിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ്. ഒരു ചാപ്റ്ററും വിട്ടു പോകുന്നതുണ്ടാവില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും 1, 2, 3 അല്ലെങ്കിൽ മാക്സിമം 4, 5, 5, 6 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. കുറച്ചാണെങ്കിൽ ചെറിയ ചെറിയ ചാപ്റ്റർ, ഇപ്പൊ ഇൻട്രൊഡക്ഷനും അതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ ഇതുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചാപ്റ്ററിൽ നിന്നൊക്കെ 1, 2, 3 ഒക്കെ മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. അല്ലാത്ത എല്ലാ ചാപ്റ്ററിലും 4, 5 മാർക്കൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാം മൂക്ക് ടെസ്റ്റ് പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതില് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കി തരുന്നത് മിക്കപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതേമാതിരി തന്നെ അതെ, സ്റ്റെപ്സുകളൊക്കെ സെയിം ആണ്. അതിൽ ആകെ ഒരു ഡിസ്പോസുമായി ബന്ധപ്പെട്ടുള്ള ഇതുകൾ മാത്രമേ ആയിട്ട് കാണുന്നത്. അതായത് ഏത് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം. പിന്നെ ചില ഇതില് മെർക്കുറി വില്ലേജ് വേസ്റ്റില് നമുക്കറിയാം മെറ്റലൊക്കെ ആയിട്ട് അല്ലെ ബന്ധപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ പോയിന്റ്സുകളൊക്കെ അതേപോലെ തന്നെ മറ്റെല്ലാ തരത്തിലും അല്ലെ വേറെ കെമിക്കലൊക്കെ ആണെങ്കിൽ നേച്ചർ ആണോ മൈനർ ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ചില നിശ്ചിത പോയിന്റ്സിന് മാത്രം ഒരു വെരിഫിക്കേഷൻ വരുന്നുള്ളൂ. പിന്നെ സൊല്യൂഷൻസിൽ വെരിഫിക്കേഷൻ വരുന്നു. ഹസാർഡ് നോൺ ഹസാർഡ്, അതെ, അപകടകരമായതും അപകടകരമല്ലാത്തതും എന്നുള്ള ലെവലിൽ തന്നെയാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറ്. ചാപ്റ്ററിലെ സ്റ്റെപ്സുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതേമാതിരി തന്നെ ഇവിടെ സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ്, അതാണ് പിന്നെ വേറൊരു ഭാഗത്തു നിന്നുള്ളത് അല്ലെ. സാധാരണ രീതി ഏതൊക്കെ രീതിയിൽ സ്വില്ലേജ് വേസ്റ്റ് വരാം, ആ സ്വില്ലേജ് വേസ്റ്റുകൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള സ്വില്ലേജ്, എത്ര തരത്തിലുള്ള സ്വില്ലേജ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഒരു 7 ടൈപ്സ് ഓഫ് സ്വില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ചത്. ഓക്കെ, പിന്നെ ചെറിയ കുറെ അബ്രിവേഷൻസ് ഉണ്ട്. CSF തുടങ്ങിയ അബ്രിവേഷൻ ഉണ്ട് അല്ലെ. ഇവിടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ചെറിയ അബ്രിവേഷൻസ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, കുറച്ച് അബ്രിവേഷൻസ് ഉണ്ട്. സൊല്യൂഷൻസ് മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കാം. അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കും. പിന്നെ ടൈം ഡ്യൂറേഷൻ ഒക്കെ ജസ്റ്റ് നോക്കുക. തേർഡാണോ ഉദ്ദേശിച്ചത്? സൊല്യൂഷൻസ് തേർഡ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ സൊല്യൂഷൻസ് ആണ് ഉദ്ദേശിച്ചത്? അല്ലാതെ മിക്കതിലും സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ, പല സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഡിസിൻഫെക്ട് ദ ഏരിയ ആൻഡ് അഡിക്കേറ്റ് എലിവേഷൻ ഓഫ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ യൂസിങ് 1% ഹൈപ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ അല്ലെ. അത് ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ്. വീണ്ടും അതേപോലെ തന്നെ അടുത്തൊരു സൊല്യൂഷൻ പറയുന്നുണ്ട് അല്ലെ, 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ അല്ലെ. അതെവിടെയാണ്? നമ്മുടെ മെർക്കുറി വില്ലേജ് വേസ്റ്റിൽ ഉപയോഗിക്കാനായിട്ടുണ്ട്. അങ്ങനെ സൊല്യൂഷൻസിൽ ഒരു വേരിയേഷൻ ഉണ്ട്, ചിലതിലൊക്കെ വേറെ സൊല്യൂഷൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവാം. ഇവിടെ ഹൈപ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ, 80% എത്തനോൾ. എവിടെയാണത്? ലബോറട്ടറി ഉണ്ട് അല്ലെ, മൈക്രോബയൽ കൾച്ചർ. ഓക്കെ, അപ്പൊ അതൊക്കെ ആ സൊല്യൂഷൻസിന്റെ ഒക്കെ ഇത് പേരുകളൊക്കെ മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, വേറെന്തെങ്കിലും നിങ്ങൾ വേറെ ചാപ്റ്റേഴ്സ് ഒന്നും വായിച്ചു നോക്കിയില്ല? ഞാനിവിടുത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട്. കാരണം തിങ്കളാഴ്ച മൺഡേ തുടങ്ങി എന്തായാലും നമുക്ക് എന്താണ് മറ്റേ ടെർമിനോളജി എടുക്കാനുണ്ട് അല്ലെ. ടെർമിനോളജി കൂടിയാണ് നമുക്ക് തീർക്കാനുള്ളത്. ടെർമിനോളജി തിങ്കളാഴ്ച തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. നാളെ എന്തായാലും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. നാളെ എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത ഇല്ല? കുട്ടികളോട് ചോദിക്കുന്നവര് ചോദിക്കാനല്ലേ. അപ്പൊ നാളെ ഓഗസ്റ്റ് 15 ആയ കാരണം കൊണ്ട് നമുക്കൊരു അവധിയുണ്ട്. അപ്പോ എല്ലാവർക്കും സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൈകാര്യം ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷ് ചെയ്യാണ്. ഓക്കെ.
താങ്ക് യു. അപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല. ഞാനപ്പോ നോക്കിക്കൊണ്ടുവരാൻ പറഞ്ഞ ICU ഞാൻ വിചാരിച്ച ഏതെങ്കിലുമൊക്കെ ചോദിക്കുകയായിരിക്കും. സെൻട്രൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കും, ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ചോദിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. നമ്മളെടുത്ത പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് പറയണത്. വെന്റിലേറ്റർ ഉണ്ട്. അപ്പൊ എല്ലാ ചാപ്റ്ററും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. എന്തായാലും അന്നേരം പഠിക്കുന്ന നേരത്ത് ചോദിക്കാന്നാണ് പറയണത്. പഠിക്കുന്ന നേരത്ത് ചോദിക്കാനായിട്ട് നമുക്ക് എന്തായാലും സമയം ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് എന്തായാലും നിങ്ങൾ പഠിച്ച് കൊണ്ടുപോയിരിക്കുക. ഇനിയിപ്പോ നാളത്തെ ദിവസം ഫ്രീ ആണ് അല്ലേ? 2 ദിവസം ഒന്നിച്ച് ഫ്രീ ആണ്. സാറ്റർഡേ, ഫ്രൈഡേ, സൺഡേ ഫ്രീ ആണ്. അപ്പൊ 3 ദിവസം കൊണ്ടൊക്കെ വായിച്ചില്ല. ആകെ കൺഫ്യൂഷൻ ആണ്. അതിന്റെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ? താങ്ക് യു. ഇപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇടപെടാവുന്ന മെസ്സേജുകൾ വന്നു പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ നോട്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെ ജസ്റ്റ് നോക്കി പോവുക. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധ്യതയില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദ്യം ചോദിക്കുക. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി അല്ലേ ഒരു ടെർമിനോളജി തീർക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെ പഠിച്ചു പോവുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ, നാളെ എല്ലാവർക്കും അവധിയായിരിക്കും. നെക്സ്റ്റ് മിസ് എന്ന് വെച്ച് ഇത് കഴിയുമ്പോൾ അങ്ങനെ ഇറങ്ങി പോകരുതട്ടോ. നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ട്. ഇവിടുത്തെ നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു.